പഠിക്കാൻ പോകുന്നു. ആ ആയമ്മ നേരത്തെ ദേവേട്ടനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്തോ കുഴപ്പത്തിനുള്ള പുറപ്പാടാണെന്ന്. പക്ഷേ ഇത്രയും ഞാൻ വിചാരിച്ചില്ലേ. അവരാ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ. ആർച്ചമോളെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജോലിക്കാരെ നിലയ്ക്ക് നിർത്തണോന്ന്, അല്ലെങ്കിൽ അവര് തലേ കയറുമെന്ന്. അയ്യോ, ഞാൻ ഗംഗയുടെ കാര്യമല്ല പറഞ്ഞത്, ആ ആയമ്മയുടെ കാര്യ. അല്ലെങ്കിലും ഗംഗ ഒരു ജോലിക്കാരി മാത്രം അല്ലല്ലോ. ആ ടീച്ചറിനെയും ദേവേട്ടനെയും തമ്മിലകറ്റാൻ നമ്മൾ ഓരോരോ മാർഗങ്ങൾ ആലോചിച്ചു വരുമ്പോഴേക്കും അവർ തമ്മിൽ കൂടുതൽ കൂടുതൽ അടുക്കുക. ഇതൊക്കെ അവരുടെ പ്ലാനിങ് ആയിരിക്കും കൊച്ചമ്മേ. ഈ വലിയ വീടുകളിലൊക്കെ കല്യാണത്തിന് മുമ്പ് പശുക്കിടാങ്ങളെ വാങ്ങി വളർത്തി വലുതാക്കി കൊന്നു തിന്നുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതുപോലുള്ളൊരു പരിപാടിയാ ഇത്. അതെന്താ ഗംഗ? എനിക്ക് മനസ്സിലായില്ല. അവള് ടീച്ചറല്ലേ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ദേവന് 2ാം ക്ലാസ്സും കുസ്തിയല്ലേ ഉള്ളൂ. അത് അവക്കൊരു നാണക്കേടല്ലേ. സ്വന്തം ഭാര്യയുടെ പേര് പോലും എഴുതണമെങ്കിൽ പരസഹായം വേണം. എഴുത്തും വായനയും അറിയില്ല എന്നുള്ള പേരിൽ ഇത് ഒഴിവാക്കാനും പറ്റില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളല്ലേ. അതിനവള് കണ്ടുപിടിച്ച സൂത്രമാ ദേവണ്ണനെ അവള് തന്നെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത്. അതിന്റെ തുടക്കമാ ഇന്ന് ആ മുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദേവനെ ഇനി പഠിപ്പിച്ച് വല്ല BA കാരനോ MA കാരനോ ഒക്കെ ആക്കണമെങ്കിൽ വർഷം കുറെ എടുക്കില്ലേ? അതുവരെ കല്യാണം കഴിക്കാതെ നിൽക്കൂ അവള്. എന്തിനാ ഡിഗ്രി? ഇതൊക്കെ വായിലെ നാക്കിന്റെ ഒരു കസർത്തല്ലേ അമ്മായി? ദേവാ, ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ നിനക്ക് തോന്നിയല്ലോ, നന്നായി. വാ, ഇനിയെങ്കിലും പഠനം മുടക്കരുത് കേട്ടോ. അച്ഛാ, ഞാൻ അത് നീ ഒന്നും പറയണ്ട. എന്നോട് ചോദിക്കാതെയും പറയാതെയും പോയതിന് ഒരു തെറ്റുമില്ല. മറിച്ച് മനസ്സ് നിറഞ്ഞ് സന്തോഷമേ ഉള്ളൂ. ഈശ്വരകടാക്ഷം ഉണ്ടാകും നിനക്ക്. ഒന്ന് കിടക്കട്ടെ, നല്ല യാത്രാക്ഷീണം. മോളെ, പറയുമ്പോ വേറൊന്നും തോന്നരുത്. പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുക. നിന്റെ അമ്മായിയപ്പൻ ഒരു നാണം കെട്ടവനാണല്ലോടി. അമ്മായി, പണമുണ്ട്, പദവിയുണ്ട്, വലിയ വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ കാര്യം? അഭിമാനം തൊട്ട് തീണ്ടിയിട്ടില്ല. അരക്കഴഞ്ചെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ അങ്ങനെ പറയുമായിരുന്നോ? ഏതോ പീറ ടീച്ചറിന്റെ വീട്ടുമുറ്റത്ത് പിച്ചക്കാരനെ പോലെ പോയിരുന്നു പഠിച്ചേച്ചു വന്നപ്പോ മകനെ അഭിനന്ദിക്കുന്നു. കൊള്ളാമടാ മോനേന്ന്. ആ ആയമ്മ പൊക്കി പറയുന്ന കേട്ടപ്പോഴാ എനിക്ക് വേറഞ്ഞു കയറിയത്. എന്തോ വലിയ മഹാകാര്യമല്ലേ ആ മുതുക്കി ചെയ്തത്. ഒന്നും അറിയാത്ത പാവം ദേവണ്ണെ കയ്യെ പിടിച്ച് വലിച്ച് ആ വീട്ടുമുറ്റത്ത് കൊണ്ടിരുത്തിയേനെ. നല്ല വഴക്ക് പറയുന്നതിന് പകരം ആയമ്മ ചെയ്തതൊരു പുണ്യപ്രവർത്തിയാണ്. എന്റെ മനസ്സൊന്ന് തണുത്തു. അത് ഞങ്ങളുടെ മനസ്സ് ഇത്രയും കാലം ചൂടുവെള്ളത്തിൽ ഇട്ടു വെച്ചിരിക്കുന്നു. അല്ല പിന്നെ അച്ഛൻ അവരെയൊക്കെ അഭിനന്ദിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ആഹാ, നീ ഇവിടെ വന്നിരിപ്പാണോ? ഞാൻ ഈ ചായയും കൊണ്ട് ഈ വീട് മുഴുവനും നടന്നു. അല്ല, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? വെറുതെ ഇരുന്നായമ്മേ. അതെന്തിനാ വെറുതെ ഇരുന്ന് സമയം കളയുന്നേ? പഴയതുപോലെയല്ല,
നീ ഇപ്പൊ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പഠിക്കുന്നതിനിടെ വെറുതെ ഇരുന്ന് നേരം കളയാൻ പാടില്ല. ഈ നേരത്ത് ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഒന്നുകൂടെ നോക്കായിരുന്നില്ലേ? ഇന്ന് ചെല്ലുമ്പോ സംശയങ്ങളൊന്നുമില്ലാതെ പഠിക്കാലോ. അതിന് ആരാ പോകുന്നത്? എന്താ, നീ പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലേ. എന്താ കണ്ണായി പറയുന്നേ? ഞാൻ കരുതി ഇന്നലെ നീ വെറുതെ പറഞ്ഞതാണെന്ന്. ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ തീരുമാനിക്കാൻ എന്താ ഉണ്ടായേ? വഴിയിലൂടെ പോയ കുറച്ചുപേര് കണ്ടു, അവര് കളിയാക്കി ചിരിച്ചു, അത്രയല്ലേ ഉള്ളൂ. ആയമ്മയ്ക്കത് നിസ്സാരമായിരിക്കും. എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. മോനെ, എലിയെ പേടിച്ച് ഇല്ലം ചുടും അല്ല വേണ്ടത്. നീ 4 അക്ഷരം പഠിച്ച് നന്നാവുന്നത് ഇഷ്ടമുള്ള ആളുകളല്ലല്ലോ പരിഹസിച്ചത്. അവര് ചിരിച്ചതിന്റെ പേരിൽ നീ പഠനം നിർത്തിയ ആർക്കാ അതിന്റെ നഷ്ടം? ഒരു കാലത്ത് ചെയ്യാൻ കഴിയാതെ പോയത് കുറച്ചു വൈകിട്ടാണെങ്കിലും ചെയ്യുന്നു കരുതിയാ മതി. ഇന്നലെ നീ പഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ നിന്റെ അച്ഛനുണ്ടായ സന്തോഷം നീയും കണ്ടതല്ലേ കണ്ണാ? മകൻ വീണ്ടും പഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന അങ്ങുന്നിനോട് പഠനം ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയെന്ന് പറയുമ്പോഴുള്ള വിഷമവും സങ്കടവും നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആയിമ്മ പറയുന്നത് കേക്ക്. ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. കണ്ണാ, അച്ഛനറിഞ്ഞ പിന്നെയും വിഷമാവും. ചെല്ലുമോനെ. വല്യ എവിടെ പോയി? ആർച്ചമോളുടെ കൂടെ മുറിയിലുണ്ടോ? ഇല്ല, അതിനകത്തില്ല. അവള് കുറച്ചു മുമ്പ് തുള്ളിക്കളിച്ച് താഴേക്ക് പോകുന്ന കണ്ടു. ആ, എന്നാലും ദേവന്റെ മുറിയുടെ പരിസരത്തുണ്ടാവും. ഇങ്ങനെ ദേവന്റെ മുറിയുടെ പരിസരത്ത് കൂടി ചുറ്റിക്കിറങ്ങിയത് കൊണ്ട് ഒരു കാര്യമില്ല അമ്മായി. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനുള്ള വേലത്തരങ്ങളും ചെയ്യണം. ദേ വന്നല്ലോ കഥാനായിക. ഇതെന്താ, തേനീച്ച കുത്തിയോ? മോളെ, എന്തു പറ്റിയടി? മോളെ, എന്താ നിനക്ക് പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ തേനീച്ച കുത്തിയതാണെന്നേ. തേനീച്ച കുത്തിയതൊന്നും അല്ല. ദേവേട്ടൻ എന്നെ മുറിന്ന് വഴക്ക് പറഞ്ഞു ഓടിച്ചു. ആ, അത് രണ്ടും കണക്ക് തന്നെയാണല്ലോ. തേനെടുക്കാൻ തേനീച്ച കൂടിന്റെ അടുത്ത് ചെല്ലുമ്പോ തേനീച്ച കുത്തുന്നത് സാധാരണല്ലേ? ഒരു കുത്തു കൊള്ളുമ്പോഴേക്കും ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടാ പിന്നെ തേനെടുക്കാൻ പറ്റുമോ? പിന്നല്ലാതെ ഞാൻ അവിടെ നിന്ന് കുത്തോളണോ? കൊള്ളണം. അല്ലെങ്കിൽ പിന്നെ തേനെടുക്കുന്ന എങ്ങനെയാ? തേൻ വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. അതിനിപ്പോ ആരാ ഗംഗയെ തേനെടുക്കാൻ പോകുന്നത്? ഓ, ഒന്നുമില്ല എന്റെ അമ്മായി, പറഞ്ഞാലും മനസ്സിലാവാത്തൊരെണ്ണം. എന്തിനാടി ദേവൻ നിന്നെ വഴക്ക് പറഞ്ഞേ? നീ എന്തെങ്കിലും ശല്യക്കേട് ഉണ്ടാക്കിയോ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ദേവേട്ടന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനാ ഓടിച്ചത്. ആ, ഇത് നല്ല ചേല്. അല്ല, ഗംഗ തന്നെ പറ, ഇവളാ പറഞ്ഞതിന് എന്തേലും തെറ്റുണ്ടോ? ദേവന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനാ പുറത്ത് ട്യൂഷന് പോകുന്നത്? ഇവിടെ ആളില്ലാഞ്ഞിട്ടോ? എന്റെ മോള് +2-ന് 2 വട്ടം തോറ്റൂന്ന് കരുതി അത്ര വിവരമില്ലാത്തോളൊന്നുമല്ല. ദേവനെ പഠിപ്പിക്കാനുള്ള വിവരമുണ്ട്, സാമർഥ്യമുണ്ട്. പിന്നെന്തിനാ അവൻ ഇവളെ ഓടിച്ചു വിടേണ്ട കാര്യം? ഇപ്പൊ അമ്മായിക്ക് മനസ്സിലായില്ലേ ദേവനൻ ട്യൂഷന് പോകുന്നത് പഠിക്കാനല്ല വേറെന്തോ കാര്യത്തിനാണെന്ന്? ആ, അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. ആ ടീച്ചറിനെ കാണാനാ ട്യൂഷന് പോകുന്നതെന്ന്. ദേവൻ അവളെ കാണാണ്ടിരിക്കാൻ പറ്റാണ്ടായി എന്നാ തോന്നുന്നത്. ദേവേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ എപ്പോഴെപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എല്ലാവർക്കും ആദ്യം തന്നെ നമ്മളോട് ഇഷ്ടം തോന്നണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ മനസ്സിൽ കയറിപ്പറ്റി നമ്മളോട് ഇഷ്ടം ഉണ്ടാക്കണം. അതിലാ പെണ്ണിന്റെ മിടുക്ക്. ഓ, ഇവള് പഠിച്ച പണി 18 നോക്കിയതാ ഗംഗെ. ആ മനസ്സിൽ കയറി പറ്റാൻ പോയിട്ട് ഈ ആലപ്പുഴ ജില്ലയിൽ പോലും അവൻ ഇവളെ കയറ്റുന്നില്ല. പിന്നെ എങ്ങനെ കാര്യം നടക്കാനാ? ഒക്കെ നടക്കുമെന്നേ. ഒരു മാർഗം നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ വേറൊരു മാർഗം നോക്കണം. അങ്ങനെ പല വഴി നോക്കുമ്പം ഒരെണ്ണം വിജയിക്കും. അതുകൊണ്ട് അമ്മായി നിരാശപ്പെടണ്ട. പറയാം, അതിനുള്ള സമയമാവട്ടെ. നീ തന്നെ പോയി അയാളോട് സംസാരിച്ചാ മതി. ദേവേട്ടൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ ശല്യപ്പെടുത്തുന്നേ.